രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി. അദ്ദേഹത്തിൻ്റെ വരവ് ബി.ജെ.പിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമോ? ബി.ജെ.പിക്ക് അതിൻ്റേതായ ഗുണം ലഭിക്കുമോ കേരളത്തിൽ? അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ, സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം അടക്കമുള്ള നേതാക്കൾ ഈ ഐക്യത്തോടുകൂടി രാജീവ് ചന്ദ്രശേഖറിൻ്റെ പുറകിൽ അണിനിരക്കുമോ? അദ്ദേഹത്തിനൊപ്പം നിന്ന് കേരളത്തിൽ ബി.ജെ.പിക്ക് ഒരു വലിയ വിജയം സമ്മാനിക്കുമോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇത് ചോദിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായൊരു അഭിപ്രായം എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, ചങ്ങനാശ്ശേരിക്കാരനാണ്, തിരുവല്ലയിൽ താമസിക്കുന്ന, ഇപ്പം സജി എന്നൊരു സുഹൃത്തുണ്ട് എൻ്റെ. സജി ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാനൊരു കാര്യം കാണുന്നു, ഈ രാജീവ് ചന്ദ്രശേഖർ വരുന്നത് 25 വർഷത്തെ ഭാരതത്തെയെങ്കിലും കേരളത്തെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് അദ്ദേഹം പറഞ്ഞത്, മോദി 1000 വർഷത്തെ ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ച് കാണുന്നു, ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ ഒരു 100 വർഷം മുന്നോട്ടുള്ള അമേരിക്കയുടെ പോക്കിനെ കുറിച്ച് കാണുന്നു. അവരുടെയൊക്കെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരാൾ, അതിനകത്ത് ട്രംപിനെ കുറിച്ചൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ചോട് കൂടിയിട്ട് വരുന്ന ഒരു ലീഡർ രാജീവ് ചന്ദ്രശേഖരുടെ വരവ് 25 വർഷത്തെ ഭാവിയെ കണക്കാക്കി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ട്, ഇപ്പം ട്രംപിനെ കുറിച്ച് മോദി പറഞ്ഞല്ലോ, ഈ ടൈമിൽ അദ്ദേഹം കൂടുതൽ പ്രിപ്പയർഡാണെന്നാണ് പറഞ്ഞത്. ഓരോ സമയത്ത് എന്ത് ചെയ്യണമെന്നൊക്കെ കൃത്യമായ ധാരണ, ആ ഒരു ധാരണ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കിയെടുത്തിട്ടാണ് 25 വർഷം മുന്നോട്ട് പോകേണ്ട കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ടായിരിക്കും വരുന്നത് എന്നോട് പറഞ്ഞു, സജി പറഞ്ഞു. പക്ഷേ സജിയോട് പറഞ്ഞു, സജി അതെനിക്കൊരു സാധ്യതകളായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം കാണുന്നുണ്ട്, തീരെ കുറഞ്ഞത് 10-15 വർഷത്തെ പുറകോട്ടുള്ള ചരിത്രം കൂടെ ഇദ്ദേഹം കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം കഴിഞ്ഞ ചരിത്രവും വർത്തമാനവും ഭാവിയും കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു വരവാണ്. ശരിക്കും പറഞ്ഞാൽ വികസനത്തിനോടും ജനാധിപത്യത്തോടും ഒരു പ്രൊഫഷണൽ പോസിറ്റീവ് അപ്രോച്ച്മെൻറ്റുമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ വരവ്. അക്കാര്യത്തിൽ ആരും തർക്കിച്ചിട്ട് പോലും കാര്യമില്ല. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, എല്ലാവരും ആ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു പുതിയ സംഭവമല്ല. 2021 ബി.ജെ.പിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കണ്ടതാരെയായിരുന്നു? ഈ ശ്രീധരനെ ആണല്ലോ. ഈ ശ്രീധരൻ്റെ പശ്ചാത്തലം എന്താ? അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്, അദ്ദേഹം ഒരു പ്രൊഫഷണൽ ടെക്നോക്രാറ്റ് അല്ലേ? അതെ. അപ്പം ശ്രീധരൻ സാറിൻ്റെ പ്രായം കൂടെ കണക്കാക്കിയപ്പോഴും ഡെമോക്രാറ്റിക് സപ്പോർട്ട് കിട്ടാത്തപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തെ പിന്നെ കൊണ്ടുവന്നില്ല. പക്ഷെ തുടങ്ങിയത് അവിടുന്നാണ്. ഈ ശ്രീധരൻ സാറിനെ കൊണ്ട് സാധിക്കാതെ പോയ കേരളത്തിൻ്റെ പരിവർത്തനം രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തെ ആ കാര്യത്തിന് നിയോഗിച്ച ബി.ജെ.പി. നേതൃത്വത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസം. ഇതാണ് ആ കാര്യത്തിൽ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ പ്രൊഫഷണലായിട്ട് വന്ന പലരും പല മേഖലകളിലും വിജയിച്ചിട്ട് നമുക്ക് ഭാരതത്തിലുണ്ട്. ജഡ്ജിയായിട്ടുണ്ട്, മന്ത്രിയായിട്ടും ജഡ്ജിയായിട്ട് പോയിട്ടുണ്ട്. പ്രൊഫഷണൽസ് അതൊക്കെ അത് ഈ സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും അങ്ങ് ചോദിച്ച അടുത്തൊരു ചോദ്യമുണ്ട്, അത് രാഷ്ട്രീയ ചോദ്യമാണ്. ഇപ്പോഴുള്ള ആളുകളുടെ അവസ്ഥ എന്താണെന്ന് അത് ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. 99,000 വോട്ടായിരുന്നു കുമ്മനം രാജശേഖർ തിരുവനന്തപുരം മണ്ഡലത്തിൽ കുറവ് സംഭവിച്ചത്. അതിന് അദ്ദേഹം തോറ്റത്. രാജീവ് ചന്ദ്രശേഖർ തോറ്റത് 15,000 വോട്ടിനും. അതെ. അപ്പം അത്രയും ആ ലെവലിലേക്ക് ഇദ്ദേഹം ഈ വ്യത്യാസം കുറച്ചു, ഡിഫറൻസ് കുറച്ചു. അപ്പോൾ ഇനി വിജയിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? രാജേട്ടൻ്റെ കാലത്തുണ്ടാക്കിയിരുന്ന ആ വോട്ട് ബേസ് അതുപോലെ നിൽക്കണം. അതെ. ഇദ്ദേഹം കൊണ്ടുവന്നതും ചേർത്തിട്ട് അഡീഷണലായിട്ട് പിന്നെയും വേണം. പ്രധാന ഘടകം ഏതാ? കുമ്മനം രാജേട്ടൻ്റെ കാലത്തുണ്ടായിരുന്ന ആ ബേസ് വോട്ട്. അതിൽ കോംപ്രമൈസ് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയാവത്തില്ല. അതായത് ബി.ജെ.പിയുടെ കേരളത്തിലെ സാധാരണ പ്രവർത്തകരെ അന്യരാക്കി മാറ്റി നിർത്താതെ അവരെയും കൂടെ കൂട്ടിയുള്ള പോക്കുകൊണ്ട് മാത്രമേ വിജയം സാധ്യമാകുള്ളൂ. അത് തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ്റെ അജണ്ടയും.
അങ്ങനെ അല്ലാതൊരു അജണ്ട വരാൻ വഴിയില്ല. ഇനിയും അങ്ങ് എടുത്തു കാണിച്ച നേതാക്കന്മാരുടെ രീതി, ഞാനൊരു കാര്യം എനിക്ക് തോന്നുന്നൊരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ്. പ്രത്യേകിച്ച് ഇന്നലത്തെ ടി വിക്കകത്തൊക്കെ ഓരോരുത്തരുടെ സംസാരവും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് തീർത്തും അവരുടെ നേരത്തെയുള്ള എന്തെങ്കിലുമൊക്കെ പരസ്പര പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഇടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഈ പരസ്പര പ്രശ്നം BJP മാത്രമേ ഉള്ളൂ. അല്ല, എൻ്റെ സഹപാഠിയായിരുന്ന കോട്ടയം MP ആയിരുന്ന സുരേഷ് കുറുപ്പിൻ്റെ അവസ്ഥ എന്താ? ജി സുധാകരൻ്റെ അവസ്ഥ എന്താ? കോൺഗ്രസിനകത്ത് എത്രയോ പേരുടെ അവസ്ഥ എന്താ? അവിടെയൊക്കെ ഉള്ള അത്ര ആന്തരിക പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ BJP-യിൽ. അത് ജനാധിപത്യത്തിൽ എക്കാലത്തും ഉള്ളതാ. MP രാഘവനെ EMS നയിക്കാൻ വയ്യായിരുന്നു. AKG-യുമായിട്ട് EMS ഒക്കത്തില്ലായിരുന്നു. അച്യുതാനന്ദൻ നയനാരുമായിട്ട് ഒക്കത്തില്ലായിരുന്നു. നെഹ്റുവും പട്ടേലും തർക്കം ഉണ്ടായിരുന്നു, ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ജനാധിപത്യം ഇന്ത്യയിലും അമേരിക്കയിലും ഗ്രൂപ്പില്ലാത്ത ഒരു രാഷ്ട്രീയത്തെ പറ്റില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് അതൊരു വലിയ സംഭവമായിട്ട് ഞാൻ കാണാത്ത കൂട്ടത്തില്ല. ഇവിടെ ജയിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയം അഡ്രസ് ചെയ്യാം. കേരളത്തിൽ ഇതുവരെ BJP ജയിക്കാത്തതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം ഇത്രയും കൂടുതൽ വർഗീയതയുടെ പേരിലും ജാതിയുടെ പേരിലും തെരഞ്ഞെടുപ്പ് സ്വാധീനിക്കപ്പെടുന്ന വേറൊരു സംസ്ഥാനം കേരളത്തിൽ ഭാരതത്തിലില്ല. ഇവിടെ ജാതിപരമായി തിരിഞ്ഞവരുടെയും മതപരമായി തിരിഞ്ഞവരുടെയും കൃത്യമായും വോട്ടുകൾ അങ്ങോട്ട് തന്നെ പോകുള്ളൂ. പിണറായി എന്തെല്ലാം ചെയ്താലും, പിണറായി എത്ര നല്ല കാര്യം ചെയ്താലും, പിണറായി പാരമ്പര്യമായിട്ട് വോട്ട് ചെയ്യാത്ത ജാതികളും മതങ്ങളും ഗണ്യമായ തോതിൽ പിണറായി വോട്ട് ചെയ്യുകയില്ല. തിരിച്ച് കോൺഗ്രസിനും അത് തന്നെ അവസ്ഥ. ഇതിനിടയ്ക്കാണ് അതേ വെല്ലുവിളി BJP നേരിടുന്നത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പോളറൈസേഷൻ എന്ന് പറയുന്ന ഇടതു വർഗീയ മുന്നണി, വലതു വർഗീയ മുന്നണി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇടതു മുന്നണിക്കകത്ത് കേരള കോൺഗ്രസ് ഉണ്ട്, INL ഉണ്ട്, പിന്നെ മുസ്ലിം ഭീകരവാദികളെല്ലാം ഉണ്ട് പിന്തുണയായിട്ട്. അപ്പോൾ ഇടതു വർഗീയ മുന്നണി, വലതു വർഗീയ മുന്നണി, കേരള കോൺഗ്രസും മുസ്ലിം ലീഗും കോൺഗ്രസിലെ ആന്റണി വിഭാഗവും, ഈ മൂന്ന് കൂട്ടരുള്ളത് വർഗീയ മുന്നണിയല്ലെന്ന് എന്ത് കണക്കിനാണ് പറയാൻ പറ്റുന്നത്? അപ്പോൾ അത് ഞാൻ പറഞ്ഞത് തോറ്റതിൻ്റെ കാരണം അതാണ്, പ്രധാനമായ കാരണം അതാണ്. അതവിടെ നിൽക്കട്ടെ. പിന്നെ അങ്ങ് ഈ പറഞ്ഞ പരസ്പര പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു കണക്കൂട്ടലിൽ ആ പ്രശ്നങ്ങൾ കൃത്യമായി സംഘടനാ തലത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടാവും. അപ്പം വരാൻ പോകുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ 100ാം വർഷം ആഘോഷിക്കാൻ പോവുക. വ്യാപകമായി ജനസമ്പർക്കം ഉണ്ടാകും. സംഘത്തിൻ്റെ സാന്നിധ്യം കേരളത്തിൽ കൃത്യമായും വർദ്ധിക്കാൻ പോകുന്നു. സംഘത്തിൻ്റെ ലക്ഷ്യങ്ങളും പ്രവർത്തന രീതികളൊക്കെ സുതാര്യമായി സമാജത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ പോകുന്നു. തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ പ്രയോജനം എടുക്കും. പ്ലസ് ഇപ്പം ജില്ലകളെ 30ആക്കി വർദ്ധിപ്പിച്ചില്ലേ? സംസ്ഥാന തലത്തിൽ പ്രാധാന്യം ഉണ്ടായിരുന്ന പല നേതാക്കളെയും ഈ വെട്ടിക്കുറച്ച ജില്ലകളിലേക്ക്, ഉപജില്ലകളിലെ അധ്യക്ഷന്മാരാക്കി വിട്ടില്ലേ? അവർക്കെല്ലാം ചുമതല കൊടുത്തു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് സംസ്ഥാന തലത്തിൽ ഇപ്പം മാറി നിൽക്കുന്നത്, ഇപ്പം പ്രസിഡൻ്റാകാൻ പ്രതീക്ഷിച്ചാകാത്തവർ, അവരെ കൃത്യമായിട്ട് അവർക്കും ചില ഉത്തരവാദിത്വങ്ങൾ കൊടുക്കും. അതവർ പാലിക്കും. പാലിച്ചെങ്കിലേ പ്രസ്ഥാനത്തിനും അവർക്കും രാഷ്ട്രീയമായ നിലനിൽപ്പുള്ളൂ, മുന്നോട്ട് പോകാനാവും. അപ്പോൾ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ ഏരിയ വരച്ചല്ല പറയുന്നത്, എന്തു വെച്ചാൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കോണം. ഇവരെല്ലാം പിന്തുണ ചെയ്യുന്നൊരു ജനവിഭാഗമുണ്ട്. ആ ജനവിഭാഗത്തിൻ്റെ പിന്തുണ ഇവർക്ക് കിട്ടും, BJPക്ക് കിട്ടും. ഒരു കാര്യം കൂടെ മാത്രം ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാം. സപ്പോസ് ഈ സമയത്ത് ശോഭാ സുരേന്ദ്രനെ ആയിരുന്നു പ്രസിഡൻ്റാക്കിയെന്ന് കരുതുക. ഇന്ന് രാവിലെ തൊട്ട് ഇടതുപക്ഷ ജിഹാദി മാധ്യമ സമൂഹം കോൺഗ്രസോട് ചേർന്നുകൊണ്ട് അവർക്കെതിരെയുള്ള ചെളിവാരി ഏരിയയിൽ നടന്നേനെ. ടാർഗറ്റ് ചെയ്ത് അവരെ ഇല്ലാതാക്കാൻ നോക്കിയാൽ ഈ പണി ഇവർ കരുണാകരൻ്റെ അടുത്തും മഹാത്മാഗാന്ധിയുടെ അടുത്ത് വരെ കാണിച്ചിട്ടുള്ളതാണ്, നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ അടുത്ത് കാണിച്ചിട്ടുള്ളതാണ്. ആ ചെളിവാരി ഏരിയലിന് ടാർഗറ്റ് സുരേന്ദ്രനെ ടാർഗറ്റ് കണ്ടതാണ്. BJP പ്രസിഡന്റ് ആകുന്നതിന് ഇത്രയും പുള്ളിക്കാർ ചെളിവാരി കണ്ടിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യം എല്ലാം മാറിയിട്ട് അവർക്ക് കമ്പാരിറ്റീവ്ലി കംഫർട്ടബിളായിട്ട് താരതമ്യേന സുതാര്യമായും ശക്തമായും പ്രവർത്തിക്കുന്ന അവസരം കൊടുത്തിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ലോക്സഭാ ഇലക്ഷന്
11 ഇടങ്ങളിൽ ഒന്നാമത് വന്നു, 9 ഇടങ്ങളിൽ രണ്ടാമത് വന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ 20 സീറ്റുകളിലെങ്കിലും കാര്യമായൊരു മത്സരത്തിന് സാധ്യതയുള്ളതായി കാണുന്നു. അതിന് ശേഷിയും ശേഷിയുള്ള നേതാക്കന്മാരെ കളത്തിലിറക്കുകയും ചെയ്യും. ഒരു പക്ഷേ ഞാൻ കാണുന്നത് ഇതിൻ്റെ ചില സൂചനകൾ സ്വാഭാവികമായും കെ വി തോമസ് ഗവർണറെയും പിണറായി വിജയനെയും ഒക്കെ ഇരുത്തിക്കൊണ്ട് നിർമ്മലാ സീതാരാമനെ കണ്ട രാഷ്ട്രീയ അതിനകത്ത് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയം ചൂണ്ടിക്കാണിക്കുന്ന സംഗതി കേരള രാഷ്ട്രീയത്തിൽ പലർക്കും കൊടുക്കേണ്ട സന്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെല്ലാം പ്രധാനമായിട്ട് കേരള സമൂഹത്തിന് രാഷ്ട്രീയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂർണ്ണസമയ തൊഴിലായി കണക്കാക്കിക്കൊണ്ട് അതിൻ്റെ നേട്ടം കൊണ്ട് ജീവിക്കുന്നതാണ് രാഷ്ട്രീയം എന്ന സങ്കല്പം മാറിയിട്ട് ജീവിക്കാൻ വേണ്ടി വേറെ ജോലി ചെറുതാകട്ടെ വലുതാവട്ടെ എന്ത് ചെറിയ ജോലിയാണെങ്കിലും വലിയ ജോലിയും ചെയ്തിട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി വേറെ അതിൻ്റെ നമ്മുടെ പാഷൻ അതായതിൻ്റെ പേരിൽ ആവേശരംഗത്തുള്ളത് കൊണ്ട് അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് സമൂഹം മാറും എന്നതിൻ്റെ പ്രതീക്ഷ. ആ മാറ്റം നമ്മൾ കാണേണ്ടത് വരാൻ പോകുന്ന സമൂഹം അല്ലെങ്കിൽ വളരുന്ന സമൂഹം ആസ്പിറേഷണൽ സമൂഹം എന്നാണ് പറയേണ്ടത്. പ്രതീക്ഷ നിർഭരമായി ജീവിക്കുന്നവരാണ്. അവർ കൊടിയുടെ അടയാളം നോക്കിയും അല്ലെങ്കിൽ ചിഹ്നം നോക്കിയും ഒന്നുമല്ല വോട്ട് ചെയ്യുന്നത്. അവർക്ക് ഭാരതത്തിന് പുരോഗമനം ഉണ്ടാവണം. ഞാൻ തിരിച്ചു പറയുക, എനിക്ക് പുരോഗമിക്കണം, എൻ്റെ രാജ്യം പുരോഗമിക്കണം, എൻ്റെ സംസ്ഥാനം പുരോഗമിക്കണം ചിന്തിക്കുന്നവരാണ്. ഒരു കാര്യം കൂടെ ഞാൻ മാത്രം പറയുകയാണ്. കപിൽ സിബൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മോദി വന്നപ്പം മോദിയോടൊപ്പം പോയ 10% യുവജനങ്ങളുടെ സംഖ്യ ഉണ്ടായിരുന്നു ഭാരതത്തിൽ. കപിൽ സിബൽ പറഞ്ഞ അതിൽ 1% പോലും തിരിച്ചു ചെന്നിട്ടില്ല എന്ന്. കോൺഗ്രസിലേക്ക് തിരിച്ചു ചെല്ലാത്തതാണ് കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ കാരണമെന്ന്. നല്ല നിരീക്ഷണമാണ്. ആ സംഗതി കേരളത്തിൽ സംഭവിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കൃത്യമായ പ്രവർത്തനം, സുതാര്യമായ രീതിയിൽ എനിക്ക് സമയം പോകുന്ന ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞ് നിർത്തിയേക്കാം. യാതൊരു കാരണവശാലും വോട്ട് കച്ചവടക്കാരുടെ പിന്നാലെ പോകരുത്. സാമുദായിക ജാതി സംഘടന നേതാക്കന്മാരെ മാനിക്കണം, പോയി കാണുകയൊക്കെ ചെയ്യണം. പക്ഷെ അവരെ ആശ്രയിക്കരുത്. ഓരോ നാട്ടിലെയും ജനങ്ങളിലേക്ക് അടിസ്ഥാന ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന രാഷ്ട്രീയ പ്രവർത്തനം കാണാൻ പോകുന്നത് പോലും പ്രമുഖരെ ആവരുത്. നാട്ടിലെ സാധാരണക്കാരകൾ പോലെ അറിയണം. സമയക്കുറവുകൊണ്ട് മാത്രം ഞാൻ നിർത്തുക. ഒരു കാര്യം ഓർക്കണം, ഒരു റിട്ടയേർഡ് IPSകാരനെയോ റിട്ടയേർഡ് IASകാരനെയോ അല്ലെങ്കിൽ വലിയൊരാളെ പോയി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പോലും പറയത്തില്ല എന്നെ സമ്പർക്കം ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ വന്നു, അതുകൊണ്ട് നിങ്ങളെല്ലാം ചന്ദ്രശേഖർക്കോ BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പറയില്ല. പക്ഷേ നാട്ടിലെ ഒരു പട്ടിണി പാവത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവൻ കൊടുക്കുന്ന ചായയും കുടിച്ച് 5 മിനിറ്റ് ഇരുന്നിട്ട് പോകാവുന്നുണ്ടെങ്കിൽ അപ്പം 10 പേരുടെയും പറയും ഇന്നലെ എൻ്റെ വീട്ടിൽ ഇന്ന നേതാവ് വന്നായിരുന്നെന്ന്. അതുകൊണ്ട് പ്രവർത്തനത്തിൽ ശൈലി മാറ്റണം. നരേന്ദ്രമോദിയും അമിത്ഷായും ഉത്തർപ്രദേശിൽ പ്രവർത്തിച്ച ശൈലിയിൽ ജനങ്ങളിലേക്ക്, അവിടെ ഇങ്ങനെയായിരുന്നു. പഞ്ചായത്തുകളിലെ നേതാക്കന്മാരെ വോട്ട് കച്ചവടക്കാർ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നു, ഗ്രാമത്തലവന്മാരൊക്കെ ആയിരുന്നു തീരുമാനിക്കുന്നത്. ഇവരത് മാറ്റി ഡയറക്റ്റ് ജനങ്ങളിലേക്ക് ചെന്നു. അതെ, ആ വഴിക്ക് മാറിക്കഴിഞ്ഞാൽ കേരളത്തിൽ മാറ്റം ഉണ്ടാകും. ആ കേരളത്തിലെ മാറ്റം ഭാരതത്തിൻ്റെ വളർച്ചയ്ക്കാണ് പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ട് മോദിയും അമിത്ഷായും ഒക്കെ ആ മാറ്റത്തിന് വേണ്ടി വേണ്ട പിന്തുണയും കൊടുക്കും എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞാനിതിനെ കാണുന്നത് വളരെ പോസിറ്റീവായ ഒരു ഡെവലപ്മെൻ്റ് ആയിട്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.